അന്ന് എനിക്ക് അച്ഛനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത്ര അത് രാഷ്ട്രീയമായിട്ട് എടുക്കാൻ എനിക്കറിയാം. പക്ഷേ ഇതിലൊന്നും പെടാത്ത എൻ്റെ അമ്മ പുറത്തേക്ക് പോലും വരാറില്ല. എല്ലാ കോൺഗ്രസ്സുകാർക്കും വെച്ച് വിളമ്പി അങ്ങനെ ജീവിച്ചിട്ടുള്ളൊരു പാവപ്പെട്ട സ്ത്രീനെ പറ്റിയിട്ട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ എനിക്ക് ഭയങ്കര സങ്കടമാണ് വന്നത്, ദേഷ്യമല്ല വന്നത്. രാഷ്ട്രീയമായിട്ട് എടുക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ആദ്യം എന്നോട് പറഞ്ഞിട്ടുള്ളത് ആരും വ്യക്തിപരമായിട്ട് കുറ്റം പറയരുതെന്ന് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഇതുവരെ ഞാൻ കൊണ്ട് നടന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ പറഞ്ഞ ആളുടെ പേര് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം മോഹൻലാൽ പറഞ്ഞ മരിയാങ്കോര തന്തയല്ലല്ലോ എൻ്റെ തന്ത. അപ്പോൾ അതുകൊണ്ട് ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം. നമ്മൾ പറയില്ലേ, ആരും ഇതാണ് ആളെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം, എനിക്ക് പല കോൺഗ്രസ് നേതാക്കളുടെ ഇന്നത്തെ വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് KPC പ്രസിഡൻറ്റ് സണ്ണി ജോസഫിനോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ സാത്വികനായിട്ടുള്ളൊരു മനുഷ്യൻ എന്നാണ് എൻ്റെ ഒരു അറിവിലുള്ള. അദ്ദേഹം പറയും, എനിക്കിതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല. ഒരു പെണ്ണും മുകളിൽ പരാതി കൊടുക്കാണ്ട് പബ്ലിക്കായിട്ട് പറയില്ല. ഒരു പെണ്ണിന് അത് പറയാൻ ഇഷ്ടപ്പെടില്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും നേതാക്കന്മാരുടെ അടുത്തൊക്കെ പോയി പരാതി പറഞ്ഞിട്ടായിരിക്കും ഇവരൊക്കെ പുറത്ത് പറഞ്ഞിട്ടുണ്ടാവുക. എന്നിട്ടും ഇപ്പോഴും അദ്ദേഹത്തെ ഒരു രക്ഷിക്കുന്ന രീതിയിലുള്ള ഇതാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് കാണുന്നത്. ഇതൊന്നുമല്ല, ഇതൊരു ചെറിയ കാര്യമാണ്. ഇനി കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലുണ്ടല്ലോ കുറേ പേര്, ആരും നല്ല കക്ഷികളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പലതും ഇനി നാളെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഈ വ്യക്തി എന്തെങ്കിലും പറയുമോ നമുക്ക് നോക്കിയിരിക്കാം. കാരണം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു കാര്യം, എന്നെ ഒരു കോൺഗ്രസ്സുകാരനൊന്നും ചെയ്യില്ല, എനിക്കതിനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം പല സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞതായി കേട്ടു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ്. ഈ ബന്ധങ്ങളൊക്കെ പല ബിസിനസ് ബന്ധങ്ങൾ, അല്ലാത്ത ബന്ധങ്ങൾ എല്ലാം ഉണ്ട് ഇവരൊക്കെ തമ്മിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവത്തിൽ പിന്നെ കോൺഗ്രസ്സുകാർക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ഇങ്ങനൊരു കാര്യം വരുമ്പം ഒരാളെ അങ്ങ് തള്ളി അവരുടെ തലയിലെല്ലാം കുറ്റമിട്ട് അവരങ്ങ് രക്ഷപ്പെടാൻ നോക്കും. അവർക്കും ഈ ഗതിയാണ് വരണേന്നുള്ളത് അവരാലോചിക്കുന്നില്ല. നാളെ ഇവർക്കും ഈ ഗതിയായിരിക്കും. അപ്പോൾ അത് ചോദിക്കുമ്പം ദേഷ്യം വരേണ്ട കാര്യമില്ല. അവർക്ക് എന്ത് കാര്യമായാലും ജനങ്ങളോടൊരു ഉത്തരവാദിത്തം ഉണ്ട്, അതിന് ഉത്തരം പറയാം. ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തി തന്നെ എന്താ ചോദിച്ചപ്പോൾ പറയണ ഹൂ കെയർസ്, അങ്ങനെയാണോ ഒരു ജനപ്രതിനിധി പറയേണ്ടത്? അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചാൽ പോരാ, MLA സ്ഥാനം രാജിവെക്കണം. ഒരു MLA എന്ന് പറയണത് നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ കയറ്റാൻ പറ്റണേ. വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഒരാളെ MLA-ക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, അത് കോൺഗ്രസ്സിന് തന്നെ നാണക്കേടല്ല. അവരുടെ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് MLA സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത്. പക്ഷെ അതവർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറയില്ല, ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ടൊക്കെ അങ്ങനെയാണ്. KPC പ്രസിഡന്റ് പോലും അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കതൊരു എന്താ പറയേണ്ടത്, ഇത്രയും അതപ്പതിച്ച് പോയോ കോൺഗ്രസ് എന്ന് എനിക്ക് തോന്നി. കാരണം മുൻ KPC പ്രസിഡന്റ്മാരൊക്കെ സത്യം കണ്ട് അതിൻ്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരാണ്. ഇദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? ഇനി ആരെങ്കിലും സമ്മർദ്ദം കൊണ്ടാണ്? ഇവരൊക്കെ നിൽക്കുന്ന ഓരോ സമ്മർദ്ദങ്ങളുടെയും ഓരോ ഗ്രൂപ്പിൻ്റെയും പേരിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണോ? ഞാൻ അറിയുന്ന സണ്ണി ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ പറയുന്ന ഒരാളല്ലായിരുന്നു. അദ്ദേഹം ഗ്രൂപ്പിൻ്റെ ഇടയിൽ പെട്ട് കിടക്കുകയാണ്. ഇതൊക്കെ ആരാണ് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയുടെ മനസ്സിൻ്റെ ശാപമാണ് ഈ മനുഷ്യനെ ഇപ്പോൾ കിടന്ന് അനുഭവിക്കണം. കാരണം അത് പറയേണ്ട ഒരു കാര്യമില്ല. അത് പറഞ്ഞതിന് പല കോൺഗ്രസ്സുകാരും അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു എന്നും പരസ്യമായിട്ട് വഴക്ക് പറഞ്ഞു എന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. മുകളിലൊരാളുണ്ടല്ലോ, ഞാനെല്ലാം അവിടെ അർപ്പിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മളെന്തെങ്കിലും ചെയ്താൽ അവിടെ നിന്ന് കിട്ടുന്ന കുറഞ്ഞോളും. അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരുന്ന. ഇപ്പോഴും എനിക്ക് മിണ്ടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ല ഓരോന്നും ഇങ്ങനെ കിട്ടണത്. അല്ലാണ്, കാരണം ഒരാളങ്ങനെ പറയില്ല ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മേനെ പറയാം, പക്ഷെ ഞാൻ ഒരിക്കലും ചെയ്യില്ല. കാരണം ആ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് എന്ത് പഴച്ചു അല്ലേ? അവർക്കിങ്ങനെ ഒരു മകനുണ്ടായി പോയത് അവരുടെ തെറ്റല്ലല്ലോ. അപ്പോൾ ഒരിക്കലും അച്ഛനും അമ്മേനെയും സഹോദരീനെയും ഒന്നും നമ്മൾ ഇതിലേക്ക് വലിച്ചിഴക്കരുത്. ഇയാൾ ആദ്യം ചെയ്തതാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അത്ര വലിയ അടുപ്പമില്ലാത്ത ആളായിരുന്നു. ആ മനുഷ്യനാണ് എന്നോട് ഇതിനെപ്പറ്റി പറയുന്നത്. പിന്നെ ഇതിലൊക്കെ ഗ്രൂപ്പിസൊക്കെ ഉണ്ട്. എന്താ പഴയമാരുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങളൊന്നും അല്ലല്ലോ ഇപ്പോൾ. ഇപ്പം എന്താ പറയുക, നമ്മളെ പണിയടിക്കുന്ന ആളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ IUA ഒന്നുമില്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏത് ഭാഗത്താണ് ഓരോരുത്തരെന്ന് പറയാൻ നിവൃത്തിയില്ലാത്തൊരു സ്ഥിതിയാണ്. പറഞ്ഞിട്ടുണ്ടാവും. പറയാണ്ടൊരു പെൺകുട്ടി ഇങ്ങനെ പരസ്യമായിട്ട് പറയില്ല.
നമ്മൾ ആദ്യം നേതൃത്വത്തിനോട് പറയും ഇവരാരും പ്രൊട്ടക്റ്റ് ചെയ്യണോ, അവരോടാണ് നമ്മൾ ആദ്യം ഇപ്പോൾ ഏത് പെൺകുട്ടിയായാലും പരാതി പറയുക. അത് നീതി കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഒരു പെൺകുട്ടി തുറന്നു പറയുള്ളൂ. അത് ഗതികേടുകൊണ്ടാണ് ആ കുട്ടി ഒരു പെണ്ണിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരാളല്ലല്ലോ പറയണത്, ഇപ്പം എത്ര പേരായി പറയണം ഒരേമാതിരി. ചിലവർ ഇദ്ദേഹത്തിന് എനിക്ക് തോന്നുന്ന സത്യം പറഞ്ഞാൽ എവിടെ ഒരു മാനസിക എന്തോ ഒരു വിഭ്രാന്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുള്ളൂ. സാധാരണ ഒരു മനുഷ്യനുള്ള മാതിരിയല്ല. ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രതീക്ഷയുണ്ടാവും. അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് ഇത് വരുമ്പം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ ഒരു പരിശോധനയ്ക്ക് വ്യക്തമാക്കേണ്ടതാണ്. പലതരത്തിലുണ്ടല്ലോ മാനസിക രോഗങ്ങൾ, ഒരേ മാത്രമല്ല പലതരത്തിലുണ്ട്. അപ്പോൾ ഇത് ഏത് രീതിയിലുള്ളതെന്നുള്ളതൊന്ന് കണ്ടുപിടിച്ചാൽ നന്നായിരുന്നു. അത് മാത്രമല്ല, ഇത് ഇത്രയധികം പരാതികൾ വന്നു. അതിനുശേഷമാണെങ്കിൽ കുറെ ചാറ്റുകൾ പുറത്തു വരുന്നു. അതിന് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ആ സ്ത്രീകൾക്കെതിരെയുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. കൂടുതൽ ചാറ്റുകൾ വേണമെങ്കിൽ അവർ പുറത്തുവിടട്ടെ, പോയി പരാതി പറയട്ടെ. അപ്പൊ വീണ്ടും ആ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയല്ലേ അദ്ദേഹം പിന്നെയും സംസാരിക്കുന്നത്? അതെ, അല്ലെങ്കിൽ അദ്ദേഹം പറയുമോ ഞാൻ കുറ്റം ചെയ്തു എന്ന്? അത് പറഞ്ഞ സ്ത്രീകളുടെ തലയിൽ ഇടുക എന്നല്ലാണ്ട് അതിനേക്കാൾ അദ്ദേഹം ചെയ്യേണ്ടത് മാന്യമായിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കേസ് കൊടുക്കട്ടെ എന്ന് മാത്രം പറയാൻ വേണ്ടത്. അല്ലാണ്ട് ഒരു സ്ത്രീയും അവനവനും അമ്മയും പെങ്ങളൊക്കെ ഉണ്ടെന്ന് ആലോചിക്കണം പറയുമ്പോൾ. ഒരു സ്ത്രീനെ അങ്ങനെ പറയരുത്. എത്രമാത്രം അവർ എന്താ പറയേണ്ടത്, പണ്ടത്തെ മാതിരിയല്ല. പണ്ടും ഇതൊക്കെ പാർട്ടിയിലൊക്കെ എല്ലാ പാർട്ടികളിലൊക്കെ നടന്നാണ്. കൂടുതൽ കോൺഗ്രസ് പാർട്ടിയിലാണെന്ന് മാത്രം. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെൺകുട്ടികൾ പ്രതികരിച്ചു തുടങ്ങി. അന്ന് പ്രതികരിക്കാൻ കഴിവില്ല അവർക്ക്. അതുകൊണ്ട് പറയട്ടെ, അവർക്ക് പറയാനുള്ളതൊക്കെ അവർ പറയട്ടെ. അവർക്ക് തെളിയിക്കാൻ അവർക്ക് പറ്റുമല്ലോ. ഈ ചാറ്റൊക്കെ പുറത്തു വിടുമ്പം അത് കള്ളത്തരം പറയണമില്ലല്ലോ, അത് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയണത്. അവർ പറയാൻ എന്ത് വേണമെങ്കിൽ പറയാം. ഈ രാജി ധാർമ്മികതയുടെ പേരിലല്ല, അതായത് ഇലക്ഷൻ എടുക്കാറായി. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവർത്തകർ എനിക്ക് വേണ്ടി പ്രതിരോധിക്കാൻ ഇറങ്ങി സമയം കളയണ്ടെന്ന് കരുതി രാജിവെക്കുന്നതാണെന്നാണ് രാഹുൽ ഇപ്പോൾ പറയുന്നത്. അതൊന്നുമല്ല, മോളിന്ന് നന്നായിട്ട് ചെവിക്ക് പിടിച്ചിട്ട് തന്നെയാണ് പുറത്താക്കിയത്. എന്റെ അറിവ് അങ്ങനെയാണ്. സതീശൻ തിരുവനന്തപുരത്ത് ഒരു കാര്യം പറഞ്ഞു. ഈ പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണുന്ന സമയത്ത് പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ അയാൾ മെച്ചപ്പെട്ട ഒരാളാണ്. അപ്പൊ ഈ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് പൊതുപ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതല്ലേ? പക്ഷെ ഞാൻ അറിഞ്ഞത് പാലക്കാട് ജയിച്ചപ്പോൾ പിന്നെ അധികം അവിടേക്ക് പോയിട്ടില്ല എന്ന്. പിന്നെ എവിടെ പ്രവർത്തനം ചെയ്തു എന്ന ഒരു MLA എന്ന് പറയേണ്ടത് അദ്ദേഹം ജയിച്ച സ്ഥലത്തല്ലേ ആദ്യം ചെയ്യേണ്ടത്, അല്ലാണ്ട് പിന്നെയാണോ ചെയ്യേണ്ടത്? അപ്പോൾ അതൊന്നുമല്ല. പൊതുപ്രവർത്തകർ എത്രയോ പേരുണ്ട്. എന്തുകൊണ്ട് അവരൊന്നും പറയാണ്ട് ഇദ്ദേഹത്തെ മാത്രം പറയാൻ ഇദ്ദേഹത്തിനോട് വല്ല വ്യക്തിപരാഗം ഉണ്ടാക്കെങ്കിലും? അങ്ങനെ പറയണമെങ്കിൽ നേരിട്ട് അവരുടെ നേതാവിനെ തന്നെ പറഞ്ഞൂടെ? അതിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. എല്ലാവരും പറയുന്നത് ഇത്തരം ചാറ്റുകളെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അന്വേഷണം വേണ്ടതുമില്ലേ? അല്ല, അന്വേഷിക്കണം, തീർച്ചയായിട്ടും അന്വേഷിക്കണം. കാരണം ഒരു കാര്യം നമ്മൾ കേട്ടുകൊണ്ട കേസെടുക്കാൻ പോകാമെന്നും പറയണതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം പലരെയും വേട്ടയാടുന്നുണ്ട് പലരും. പക്ഷേ ഇത് സത്യമാണെങ്കിൽ അദ്ദേഹം രാജിവെക്കുകയും വേണം, അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും വേണം. കാരണം അത് എന്താ പറയണ്ടത്, ഇതിപ്പോൾ സ്ത്രീകളെ അവമാനിക്കണ മാതിരിയാണ്. ഒരു സ്ത്രീ ഒരാളെ കുറ്റം പറഞ്ഞാൽ ആ സ്ത്രീ ചീത്തയായി. അതുകൊണ്ട് പലരും പേടിച്ച് പറയില്ല. പക്ഷേ ഒരാൾ പറഞ്ഞപ്പോഴാണ് മറ്റാൾക്ക് പറയാൻ ധൈര്യം കിട്ടിയത്. ഇപ്പം ഇങ്ങനെ ചെയിനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് എതിരെയുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചാറ്റുകൾ, അതൊന്നും അത്ര കള്ളത്തരം അങ്ങനെ ചെയ്യാൻ പറ്റൂ? അവർക്ക് എന്താവശ്യം ചെയ്തിട്ട്? ഈ റിട്ടേൺ കംപ്ലൈന്റിന്റെ ഒരു അഭാവമാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അപ്പം റിട്ടേൺ കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ അല്ലെങ്കിൽ ഒരു നടപടി ഒരു പ്രസ്ഥാനം സ്വീകരിക്കാൻ പാടുള്ളൂ. അങ്ങനെയുണ്ടോ? എഴുതി കൊടുത്ത് ഞാനിവിടെ ഇരിക്കുന്നുണ്ട് കംപ്ലൈൻറ്റ് പലരെ പറ്റി, എൻ്റെ ഇലക്ഷൻ തോപ്പിച്ച ആൾക്കാരെ പറ്റി. ആ കംപ്ലൈൻറ്റ് ഞാൻ കണ്ടിട്ട് തന്നെ ഇല്ല. പിന്നെ അവർ പറയുന്ന കംപ്ലൈൻറ്റ് കിട്ടിയിട്ടില്ല എന്നാണ്. കോൺഗ്രസ്സുകാരുടെ രീതി അതാണ്. ഞാൻ എന്നെ ഇലക്ഷന് തോപ്പിച്ച ആളുകളെ പറ്റിയിട്ടുള്ള കംപ്ലൈൻറ്റ് നല്ല വ്യക്തമായിട്ട് അച്ചടിച്ച് കൊടുത്തതാണ്. പക്ഷെ അവർ ഇപ്പോൾ പറയണത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടേ ഇല്ല എന്ന്. അപ്പോൾ അവരുടെ അതൊന്നും കേൾക്കണ്ട എനിക്ക്. അക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി കള്ളം പറയാൻ ഏറ്റവും മിടുക്കന്മാരാണ്. ഈ നടപടിയിലൂടെ ഒരു തരത്തിൽ രാഹുലിനെ സംരക്ഷിച്ചിരിക്കുകയാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ഇത്ര വലിയൊരു സ്ഥാനം കളയാന്ന് പറഞ്ഞാൽ സംരക്ഷിക്കലല്ലല്ലോ. പിന്നെ കോൺഗ്രസ് സ്വയം സംരക്ഷിക്കാൻ നോക്കുകയാണ്. കാരണം ഇദ്ദേഹത്തെ ഇനി കൊണ്ട് നടന്നാൽ നാറും എന്നുള്ളത് കോൺഗ്രസ്സിന് മനസ്സിലായതുകൊണ്ട് അവർ സ്വയം സംരക്ഷിക്കുക. അല്ലാണ്ട് കോൺഗ്രസ്സിലൊന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥ്യമൊന്നുമില്ല. അയാൾ ഇപ്പം എൻ്റെ കൂടെ തലേ ദിവസം രാത്രി വരെ നിന്ന ആളെ പിറ്റേ ദിവസം തള്ളി പറയാൻ മടിയില്ലാത്ത ആളുകളാണ്. രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണല്ലോ, നേതാക്കളെല്ലാം രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണല്ലോ. അത് രാഹുലിൻ്റെ അടുത്ത് ചോദിച്ചാൽ അറിയാം എന്താ കാര്യം എന്നുള്ളത്.
കാരണം ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടി ഇന്നലെ വെളിപ്പെടുത്തിയ പെൺകുട്ടി ആദ്യം തന്നെ നൽകുന്നത് പ്രതിപക്ഷ നേതാവിന് പരാതി നൽകിയിട്ടുണ്ട് എന്ന് ആ പെൺകുട്ടി തന്നെ പറയുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് അതിന് പറഞ്ഞു, ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ അതിനൊരു പരിഹാരം കണ്ടിരുന്നു എന്ന രീതിയിലൊരു പ്രതികരണമാണ് വന്നത്. ശരിക്കും അങ്ങനെ ഒരു പ്രതികരണം അല്ലല്ലോ അവിടെ വരേണ്ടത്, നടപടി ഉണ്ടാവേണ്ടത് തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അതില് അവര് വിചാരിച്ചു ഇത്രയൊന്നും ഉണ്ടാവുന്ന അവരും വിചാരിച്ചിട്ടുണ്ടാവില്ല, ഒന്നിലൊക്കെ അങ്ങ് നിന്ന് പോകുമെന്ന് വിചാരിച്ചു. ഇത്രയും ആളുകൾ രംഗത്ത് വരുന്ന അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വന്ന ചിലപ്പോൾ ഇടപെട്ടേനെ. തീർച്ചയായിട്ടും ഉണ്ട്. വി ഡി സതീശൻ ഇത് കുറച്ച് നാൾ മുമ്പ് വന്നിരുന്നല്ലോ വേറൊരു ഇഷ്യൂ ആയിട്ട്. അന്നേ ഇടപെട്ടിട്ട് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇത്രയധികം ചീത്തപ്പേരിലേക്ക് പാർട്ടി പോവില്ലായിരുന്നു. അവിടെയാണ് വി ഡി സതീശന് തെറ്റുപറ്റിയത്. പരാതി ഉണ്ടായപ്പോഴേ ഒരു നടപടി വേണ്ടതായിരുന്നു. അതിനെപ്പറ്റി ഒരു അന്വേഷണമെങ്കിലും വേണ്ടതായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. ഇത് എങ്ങനെ അടിച്ചമർത്താൻ നോക്കി എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഷാഫിയുടെ ഇടയ്ക്കൊക്കെ പരാതി പറഞ്ഞപ്പോഴും ഷാഫി അത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതിക്കാരി പറയുന്നത്. അത് ഒതുക്കി തീർക്കുമല്ലോ, ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ ഇദ്ദേഹം എന്താണ് അവരൊക്കെ പറ്റി പറയാന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.